നമസ്കാരം. പ്രധാന വാർത്തകൾ. ആയിരങ്ങൾ അണിനിരുന്ന സാംസ്കാരിക ഘോഷയാത്രയുടെ സംസ്ഥാനതല സഹകരണ വാരാഘോഷത്തിന് സമാപനമായി. കസ്തൂരിരംഗൻ വിവാദത്തിൽ PT തോമസ് MPയുടെ നിലപാടിനോട് മുസ്ലിം ലീഗിന് യോജിപ്പില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ. ഇന്ത്യൻ നഴ്സ് പേരന്റ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. വാർത്തകൾ വിശദമായി. ആയിരങ്ങൾ അണിനിരുന്ന സാംസ്കാരിക ഘോഷയാത്രയുടെ സംസ്ഥാനതല സഹകരണ വാരാഘോഷത്തിന് സമാപനമായി. സമാപന പരിപാടികൾ തൊടുപുഴ നഗരത്തിലാണ് നടന്നത്. മങ്ങാട്ടുകവലയിൽ നിന്ന് വിവിധ സഹകരണ ബാങ്കുകളുടെ ബാനറിന് കീഴിലാണ് സഹകാരികൾ നീങ്ങിയത്. വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയിൽ അണിചേർന്നു. തുടർന്ന് മുനിസിപ്പൽ മൈതാനിയിൽ സമാപന സമ്മേളനം നടന്നു. കസ്തൂരിരംഗൻ വിവാദത്തിൽ PT തോമസ് MPയുടെ നിലപാടിനോട് മുസ്ലിം ലീഗിന് യോജിപ്പില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ. MPയും ഇടുക്കി ബിഷപ്പും തമ്മിലുള്ള തർക്കം കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് പരിഹരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മതമേലധ്യക്ഷന്മാർ പ്രകടിപ്പിക്കുന്ന വികാരത്തോട് ലീഗിന് യോജിപ്പാണ്. എന്നാൽ എല്ലാ ജനപ്രതിനിധികളും രാജിവെക്കണമെന്ന അഭിപ്രായത്തോട് ലീഗിന് യോജിക്കാൻ കഴിയില്ല. UDF നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥി ആരായാലും ലീഗ് പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, MPയും ബിഷപ്പും തമ്മിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസം പോലും എത്രയും പെട്ടെന്ന് കോൺഗ്രസിന്റെ നേതൃത്വം ഇടപെട്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. ഹൈറേഞ്ചിൽ എല്ലാവരും കൂടി എനിക്ക് തോന്നുന്നു സമരസമിതിയും MPയും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം എന്തിന്റെ പേരിലുണ്ടായതെന്ന് നമുക്കറിയില്ല. ഒരു അദ്ദേഹത്തെ MPയെ പോലും അടുപ്പിക്കാത്ത രീതിയിലാണ് അവരും പെരുമാറുന്നത്. ഇത് ശരിയല്ല എന്നാണ് അഭിപ്രായം. ബിഷപ്പിന്റെ ആ ഇരിക്കുന്ന ചേറ് കടന്ന് ബിഷപ്പും പറയാൻ പാടില്ല. ബിഷപ്പും പറഞ്ഞത് ഇച്ചിരി കൂടിപ്പോയി എന്നുള്ള അഭിപ്രായക്കാരാ. എംപിയും മിതത്വം പാലിക്കണമെന്നാണ് ലീഗിന്റെ അഭിപ്രായം. എംപിയും പാലിക്കണം, ബിഷപ്പും പാലിക്കണം. ബിഷപ്പ് അത് മാത്രമല്ല, ബിഷപ്പ് പറഞ്ഞത് എല്ലാ ജനപ്രതിനിധികളും രാജിവെക്കണമെന്നാണ് പറഞ്ഞത്. അതിനോട് യോജിപ്പില്ല.
എല്ലാ ജനപ്രതിനിധികളും ഇടുക്കിയിൽ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരെ മാറ്റി നിർത്തി, ഒരു തിണ്ടലും തൊടിയിലും പോലെ മാറ്റി നിർത്തി ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിയതിൽ അതല്ല ശരി. നമ്മൾ ജനകീയ പ്രശ്നമാണ്, ജനകീയ പ്രശ്നം ഉയർത്തി ഒന്നിച്ച് നിൽക്കണം. MP നിൽക്കണം, MLA നിൽക്കണം, പഞ്ചായത്ത് മെമ്പർ നിൽക്കണം, ബിഷപ്പ് നിൽക്കണം, എല്ലാവരും നിൽക്കണം. പിതാവിനെ ബഹുമാനിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ പിതാവിനെ ബഹുമാനിക്കുന്നു. പക്ഷേ അവർ പോലും എല്ലാവരും രാജിവെക്കണം എന്ന് പറയുന്നത് ഒരു കേരളത്തിന് പറ്റിയ ഒരു സമീപനമല്ല. ഇന്ത്യൻ നഴ്സ് പേരന്റ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം കേരള അൺഎയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജെയ്സൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. INPA ജില്ലാ പ്രസിഡന്റ് KJ ജോസഫ് അധ്യക്ഷനായിരുന്നു. INPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ഹരിദാസ് മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന സെക്രട്ടറി S മിനി മുഖ്യപ്രഭാഷണം നടത്തി. ഈ വായ്പയെടുത്ത് പഠിച്ചിട്ടുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ ഒറ്റക്കെട്ടായി ഒരു സംഘടനയായി നിലകൊണ്ടേ പറ്റൂ എന്നൊരു സാഹചര്യം വന്നിട്ടുണ്ട്. നമുക്ക് അനുഭവത്തിലൂടെ അതറിയാം. ഈ സംഘടന ഉണ്ടായിരുന്നില്ല എന്ന് കരുതുക, INPA ഉണ്ടായിരുന്നില്ല എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഇപ്പോൾ 3 തവണയായി പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൊറട്ടോറിയം അത് നിലവിൽ വരുത്തിയത് നമ്മളുടെ സംഘടനയുടെ നിരന്തരമായ പരിശ്രമം കൊണ്ട് മാത്രമാണ്. നിരന്തരമായ നമ്മുടെ പ്രക്ഷോഭ പ്രവർത്തനങ്ങളും അധികാര കേന്ദ്രങ്ങളെ സമീപിച്ച് നമ്മൾ വളരെ ചടുലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമതി S മിനി, അവർ തിരുവനന്തപുരം സ്വദേശിനി കൂടിയാണ്. നിശ്ചയമായും ആ അനുകൂല സാഹചര്യം കൂടെ ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള നിരന്തര പരിശ്രമ ഫലമായിട്ടാണ് നമ്മുടെ ജില്ലയിൽ ജോസഫ് സാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജില്ലയിലും ഉൾപ്പെടെയുള്ള പ്രവർത്തനത്തിലൂടെ നടത്തിയിട്ടുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ ഇടവരുത്തിയത്. സമ്മേളനത്തോടനുബന്ധിച്ച് നഗരത്തിൽ പ്രകടനം നടന്നു. ബാലരാമൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുക, വായ്പകളുടെ പലിശ എഴുതി തള്ളുക, ജപ്തി നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് സംഘടനാംഗങ്ങൾ നഗരത്തിൽ പ്രകടനം നടത്തിയത്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പേരിൽ മറ്റ് ജനപ്രതിനിധികളെ ഒഴിവാക്കി PT തോമസ് MP മാത്രം ചിലർ ലക്ഷ്യം വെക്കുന്നത് ഗൂഢലക്ഷ്യത്തോടെയാണെന്ന് യൂത്ത് കോൺഗ്രസ് ഇടുക്കി പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി. ഇടുക്കി ബിഷപ്പിന്റെ രാഷ്ട്രീയ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം വ്യക്തമാക്കുന്നതാണെന്നും അവർ പറഞ്ഞു. വ്യാജ പ്രചരണങ്ങൾ നടത്തി MPക്കെതിരെ ജനവികാരം ഇളക്കിവിടാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും പ്രസിഡന്റ് ബിജോ മാണി, ജനറൽ സെക്രട്ടറി ജിയോ മാത്യു എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ 4 വർഷക്കാലം ഒരു MPയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടത് ഒരു പ്രത്യേക സഭയോടോ സമുദായത്തോടോ കാണിക്കുന്ന വിധേയത്തിൻ്റെ പേരിലല്ല. MP ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ പ്രതിനിധിയാണ്. ജനപ്രതിനിധിക്ക് വിധേയത്വം ജനങ്ങളോടാണ്. അതല്ലാതെ സഭയോടോ സഭാ നേതാക്കന്മാരോടോ വിധേയത്വം കാണിക്കുന്നതിൻ്റെ പേരിലല്ല ഒരു MPയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടത്. MP കഴിഞ്ഞ 4 വർഷക്കാലം ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെ തുറന്ന ചർച്ചയ്ക്ക് വിധേയമാക്കണം. ആ പ്രവർത്തനത്തിനകത്ത് എന്തൊക്കെ വീഴ്ച വന്നിട്ടുണ്ടെന്നുള്ളതിൽ ചൂണ്ടിക്കാണിക്കണം. അങ്ങനെ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാകേണ്ടതിന് പകരം MP തികഞ്ഞ പരാജയമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ചില ലക്ഷ്യങ്ങൾ പിന്നെ വെച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അഭിപ്രായം. സഭയുമായി ഒരു ഏറ്റുമുട്ടലിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടുമായി യൂത്ത് കോൺഗ്രസ് ഒരിക്കലും മുന്നോട്ട് പോകുന്നില്ല. പക്ഷേ MPക്കെതിരായി നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങളെ എന്ത് വില കൊടുത്തും ചെറുത്ത് തോൽപ്പിക്കാനായിട്ട് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങും. ഇടവേള. 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ BIS ഹോൾമാർക്ക് അംഗീകാരം. KP വർക്കി ആൻഡ് സൺസ്, കാക്കനാട് ജുവലേഴ്സ്.
KP Work and Sons, കാക്കനാട് ജുവലേഴ്സ്, തൊടുപുഴ, പെരുമ്പാവൂർ, കട്ടപ്പന, അടിമാലി, കോതമംഗലം. പാരമ്പര്യത്തിനൊപ്പം വിശ്വാസവും. വാർത്തകൾ തുടരുന്നു. CBSE ക്ലസ്റ്റർ ബോയ്സ് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് മുട്ടം ശാന്താൽ ജ്യോതി പബ്ലിക് സ്കൂളിൽ നടന്നു. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ DYSP KV ജോസഫ് മത്സരം ഉദ്ഘാടനം ചെയ്തു. SABS പ്രൊവിൻഷ്യൽ കൌൺസിലർ സിസ്റ്റർ ലിസി അധ്യക്ഷനായിരുന്നു. സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ PJ സണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂളിലെ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. ഇവിടുത്തെ കുട്ടികളാണ് കേരളത്തിലെ പിന്നെ CBSE ടീമിൻ്റെ പ്രധാനപ്പെട്ട അംഗങ്ങളിൽ ചിലർ എന്ന പത്രത്തിൽ വായിക്കാൻ കഴിയുന്നത്. തീർച്ചയായും എൻ്റെ മാനേജ്മെൻറ്റിനെയും പ്രിൻസിപ്പളിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ആയിരത്തോളം അതിൽ കൂടുതൽ CBSE സ്കൂളുകൾ കേരളത്തിലുണ്ട്. എങ്കിലും ഇവിടെ 34 ടീമുകൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. അതിനർത്ഥം 34 സ്കൂളിലെ ബാസ്കറ്റ്ബോൾ എന്ന കളി ഏതെങ്കിലും തരത്തിൽ ആരംഭിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ നടക്കുന്നുള്ളൂ. ഏറ്റവും ചെറിയ ഒരു ഏരിയ കൊണ്ട് ഏറ്റവും നന്നായി ഉത്പാദിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു വിനോദമാണ് ബാസ്കറ്റ്ബോൾ. ഫുട്ബോളിനാണ് വലിയ സ്റ്റേഡിയം വേണം, അത്ലറ്റിക്സിനാണ് അതുപോലെ തന്നെ ഗ്രൗണ്ടുകൾ വേണം. എന്നാൽ ബാസ്കറ്റ്ബോൾ വളരെ ചെറിയ ഒരു ഗ്രൗണ്ട് മതി കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ. വളരെ കുറച്ച് സമയം കൊണ്ട് അവർ നന്നായിട്ട് വേർത്ത് നന്നായിട്ട് ശരീരം വേർക്കുക എന്നുള്ളത് ചെയ്താൽ മാത്രമേ നമ്മുടെ ബ്രെയിനിന് ആവശ്യമായ ഓക്സിജൻ എത്തുകയുള്ളൂ. നമുക്ക് പഠിക്കാൻ ഉള്ള ബുദ്ധി വികസിക്കണമെങ്കിൽ തീർച്ചയായും നമുക്ക് ആവശ്യമായ എനർജി കിട്ടണം, തലച്ചോറ് വികസിക്കണം, ഓക്സിജൻ ലഭിക്കണം. തൊടുപുഴ മുനിസിപ്പൽ പൊതുശ്മശാനം സാങ്കേതിക തകരാറുകളെ തുടർന്ന് താൽക്കാലികമായി അടച്ചിട്ടു. പുകക്കുഴലിന്റെ ആരംഭ ഭാഗത്ത് ചോർച്ച കണ്ടതിനെ തുടർന്നാണ് പ്രവർത്തനം നിർത്തിവെച്ചത്. വിദഗ്ധർ എത്തി ചോർച്ച പരിഹരിച്ചു. ഇതുമൂലം 2 മൃതദേഹങ്ങൾ മൂവാറ്റുപുഴ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കേണ്ടതായി വന്നു. വേണ്ടത്ര പ്രവൃത്തി പരിചയം ഇല്ലാത്തവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് മൂലമാണ് സാങ്കേതിക തകരാറുകൾ ഉണ്ടാകുന്നതെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാമി അയ്യപ്പദാസ് ആരോപിച്ചു. ജീവനക്കാരന് അടിയന്തരമായി കൂടുതൽ പരിശീലനം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയെങ്കിലും ആ ശ്മശാനം ഇപ്പോൾ ഉപയോഗശൂന്യമാകുന്നു എന്ന് പറയുന്നത് അതീവ ദുഃഖകരമായ കാര്യമാണ്. എന്താണതിന് കാരണം എന്ന് അന്വേഷിക്കാനും പഠിക്കാനും അതിൻ്റെ ഓപ്പറേഷൻ നടത്താനായിട്ട് ആളുകൾക്ക് വേണ്ടുന്ന പരിശീലനം കൊടുക്കാതെ അവിടെ നിയമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് തന്നെ പറയേണ്ടതായിട്ട് വരികയാണ്. ഇപ്പം നിലവിൽ ഇന്നലെയും ഇന്നുമായിട്ട് 2 മൃതദേഹങ്ങൾ കൊണ്ടുപോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ കാരണത്താൽ ഇനിയും ഒരു സമര മുഖത്തേക്ക് ഇവിടുത്തെ ഹൈന്ദവ ജനതയെ തള്ളിവിടരുത് എന്ന് മുനിസിപ്പൽ ചെയർമാനോട് തന്നെ ആവശ്യപ്പെടുകയാണ്. ഏറ്റവും വേഗം ഈ ശ്മശാനം നടത്തുന്നതിന് ഇതിൻ്റെ ഫങ്ഷനിങ് നന്നായിട്ട് പഠിപ്പിക്കുന്നതിനും അതിനു വേണ്ടുന്ന ട്രെയിനിങ് കൊടുക്കുന്നതിനും വളരെ പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കുകയും അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ അവിടെ നിയമിക്കുകയും ചെയ്യണമെന്ന് ഇവിടുത്തെ ഹൈന്ദവ ജനതയ്ക്ക് വേണ്ടി ഹിന്ദു ഐക്യവേദിയും അതേപോലെ തന്നെ വിവിധ ഹൈന്ദവ സംഘടനകളും ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആയിരങ്ങൾ അണിനിരുന്ന സാംസ്കാരിക ഘോഷയാത്രയുടെ സംസ്ഥാനതല സഹകരണ വാരാഘോഷത്തിന് സമാപനമായി. കസ്തൂരിരംഗൻ വിവാദത്തിൽ PT തോമസ് MPയുടെ നിലപാടിനോട് മുസ്ലിം ലീഗിന് യോജിപ്പില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ. ഇന്ത്യൻ നഴ്സ് പേരന്റ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.